ആദ്യം തന്നെ ഇത് സംഘടിപ്പിച്ച മാറ്റ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തുടങ്ങാനുള്ളൊരു കാരണക്കാരൻ ഞാനാണ്. 10 വർഷം മുമ്പ് അന്ന് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റിയാൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയായിരുന്നു. പക്ഷേ ഇതൊരു ശില്പശാലയിൽ എത്തി നിൽക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം വലിയൊരു അത്ഭുതമാണ് ഞാൻ ഈ മുന്നിൽ കാണുന്നത്. കാരണം ഇപ്പോൾ ഷാജോണും നാദർശിക്കയും അതുപോലെ തന്നെ പ്രചോദും തിരുവനന്തപുരത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും പോകേണ്ടതായിരുന്നു. എനിക്ക് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചു. മറ്റൊന്നുമല്ല, ഓൾറെഡി നമ്മുടെ സംഗീതനാട് അക്കാദമിയിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. അത് KS പ്രസാദാണ്. ഉടനെ തന്നെ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു. അതുകൂടാതെ അവിടെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന ഗുരുപൂജ എന്നൊരു പരിപാടിക്ക് മാത്രമാണ്. പക്ഷേ അതല്ലാതെയുള്ള സാധാരണ നാടകക്കാർക്കും ഇവർക്കും കിട്ടുന്ന എല്ലാ ഫെലോഷിപ്പും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മന്ത്രിയെ കാണുന്നത്. മന്ത്രി പറഞ്ഞത് നാടകത്തിന് മാത്രമാണ് അവർ പ്രാമുഖ്യം നൽകുന്നതിന്. ഞാൻ തള്ളി പറയുന്നതല്ല, പക്ഷേ അല്ലാതെയുള്ള കലയ്ക്കും സ്ഥാനം വേണമെന്ന് പറഞ്ഞ് അവർ വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പം മിമിക്രി അത്രത്തോളം വളർന്നു. കാരണം സ്കൂളിലും കോളേജിലും ഒക്കെ ഒരു മത്സര വിഭാഗമായി ഉൾപ്പെടുത്തുകയും എന്നാൽ അതിനുശേഷം അതിനൊരു അംഗീകാരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ അവലംബിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് അതിന് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇനി വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണത്. ഒരുപാട് യാത്രകൾക്കൊക്കെ അലവൻസും അതിലൊക്കെ പേഴ്സൻറ്റേജ് നമുക്ക് ഈ കൊടുക്കുന്ന കാശിന് കുറച്ച് പേഴ്സൻറ്റേജ് കുറഞ്ഞു കിട്ടാനും ഒക്കെ അത് സഹായിക്കുമെന്നുള്ളത് ഈ കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. ഞാൻ മിമിക്രിയെക്കുറിച്ച് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ പലരും എടുത്തിട്ടുണ്ടാവും അല്ലേ, വളരെ വിശദമായിട്ട് നടത്തിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തും എന്നോട് ചോദിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനുണ്ടാവും. അവർ മൈക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത്